അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വബഅദ്. ലളിതമായി നമുക്ക് ജനാബത്ത് കുളിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം. അതിന് ചെറിയ രൂപവുമുണ്ട്, വിശദമായ രൂപവുമുണ്ട്. ചെറിയ രൂപത്തിൽ നമുക്ക് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. അതിലൊന്നാമത്തത് നിയ്യത്തുണ്ടായിരിക്കണം, അത് വളരെ നിർബന്ധമാണ്. രണ്ടാമത്തത് വായ കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും വേണം, ഇതും അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് ശരീരം മുഴുവൻ നനഞ്ഞു എന്ന്, ഒരു തവണയെങ്കിലും നനഞ്ഞു എന്ന് ഉറപ്പ് വരുത്തുക. അത് ഷവറിൻ്റെ താഴെ നിന്നുകൊണ്ടാണെങ്കിലും വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടാണെങ്കിലും ഒക്കെ നമ്മൾ കുളിക്കുകയാണെങ്കിൽ അത് മതിയാകുന്നതാണ്. ഇതാണ് ചെറിയ രൂപം. ഇനി വിശദമായ രൂപമാണെങ്കിൽ അതിൽ 7 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. അതിലൊന്നാമത്തത് നിയ്യത്ത് ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. രണ്ടാമത്തത് 2 കൈപ്പത്തികളും 3 തവണ കഴുകണം. മൂന്നാമത്തത് ഇടത് കൈകൊണ്ട് ഗുഹ്യഭാഗങ്ങൾ വൃത്തിയാക്കണം. നാലാമത്തത് ഗുഹ്യഭാഗങ്ങൾ വൃത്തിയാക്കിയതിന് ശേഷം കൈകൾ വീണ്ടും ഒന്ന് കഴുകണം. അഞ്ചാമത്തത് പരിപൂർണമായും വുളു എടുക്കുക. കാല് കഴുകൽ മാത്രം വേണമെങ്കിൽ അവസാനത്തേക്ക് മാറ്റിവെക്കാം. അങ്ങനെ പൂർണ്ണമായി വുളു എടുക്കുക. ആറാമത്തത് തല 3 തവണ കഴുകുക. തലമുടി നന്നായി ചികഞ്ഞുകൊണ്ട് തന്നെ കഴുകലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. അങ്ങനെ കഴുകുക. ഏഴാമത്തത് പിന്നീട് ശരീരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം കഴുകുക. അത് വലത്ത് നിന്ന് തുടങ്ങാം, പിന്നീട് ഇടതുഭാഗവും, അങ്ങനെ ശരീരം മുഴുവൻ കഴുകുക. ഈ കാര്യങ്ങളാണ് ജനാബത്ത് കുളിയിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വുളു എടുക്കുമ്പോൾ കാല് കഴുകുന്നത് ആരെങ്കിലും പിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശരീരം മുഴുവൻ കഴുകിയതിന് ശേഷം പിന്നീട് അവസാനത്തിൽ 2 കാലുകളും വുളുവിൻ്റെ ഭാഗമായി കഴുകണം. ഇനി തുടക്കത്തിൽ കഴുകിയതാണെങ്കിൽ പിന്നെ കഴുകേണ്ടുന്ന ആവശ്യമില്ല. ഇതാണ് ജനാബത്ത് കുളിയെ സംബന്ധിച്ച് ഹദീസിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലം.